അല്ലടോ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അറിയാതുകൊണ്ട് ചോദിക്കുന്നതാന്ന്. ഒരുത്തന്റെ വിവാഹബന്ധവും തകർത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എന്തിനാണ് അതിനിങ്ങനെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ പൊങ്ങി വരുന്ന ഒരു സംഭവം ഇതാണ്. സജ്ജന ഫിറോസ് ഖാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബിഗ് ബോസിലെ ജോഡികളായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും കണ്ണിന് നേരെ കണ്ടുകൂടാ ആരാ ഫിറോസ് ഖാനാ. പക്ഷെ ഒരു കാര്യം പറയട്ടോ, ആള് പഞ്ചപാവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അയാളുടെ കളിയും അയാളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇയാൾ ഭൂലോക അഹങ്കാരിയാണ്, ഭൂലോക ഫ്രോഡാണ് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അയാളൊരു പാപമാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ കഴിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ പ്രശ്നമായിട്ട് അയാൾ ഡിവോഴ്സായി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജ്ജന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അപ്പോഴെന്ന് പറഞ്ഞാൽ സജ്ജന എന്ന് പറയുന്നത് ഏതൊരു തുണി ഷോപ്പിൽ എന്തോ നിൽക്കുകയാണ്. അതുമാത്രവുമല്ല, അവർക്കൊരു മകളുണ്ടായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇയാൾ കല്യാണം കഴിക്കുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ നീ ഒരു തുണി ഷോപ്പിൽ മാത്രം നിൽക്കേണ്ട ഒരാളല്ല, നീ എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാനെ കാട്ടിയും മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫിറോസ് ഖാന് ചെറിയ തോതിലുള്ള ഒരു ചെറിയ അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ആർക്കായാലും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒരു അസൂയ വരുന്നു. ആ അസൂയയുടെ ഭാഗമായിട്ട് ഫിറോസ് ഖാൻ പറയുകയാണ്, അതായത് നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ കുറച്ചുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള സാധാരണ ആ ഒരു ആ ഈഗോ അങ്ങ് പറയാൻ തുടങ്ങും. കാരണം ഫിറോസ് ഖാന് വലിയ ജോലി കാര്യങ്ങളൊന്നുമില്ല, അയാൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സ്ത്രീക്കാണെങ്കിൽ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ഇവരാണെങ്കിൽ ദുബായിലും അവിടെയൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ ഫിറോസ് ഖാൻ്റെ അസൂയ അവിടെ ഇതാകുന്നു. പിന്നീടെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തന്നെ പരസ്പരം ചായ കുടിച്ച് പിരിയുന്നത് പോലെ കൈ കൊടുത്ത് പിരിയുകയാണ്. ഞങ്ങൾ കുട്ടികളുടെ ആവശ്യത്തിന് മുന്നിലുണ്ടാകും, ഞങ്ങളൊരു ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും എനിക്കൊരു സംശയം എന്താണെന്നറിയാം, ഇയാൾ പഴയ ആ ഉഡായ്പ പരിപാടിയാണോ നടത്തുന്നതെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മളൊരു ഉഡായ്പ പരിപാടി എടുക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീടൊക്കെ വെച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് വിഷമമുള്ള സമയത്താണ് ഇവർ രണ്ടുപേരും വേർപിരിയുന്നത്. അതായത് കൊറോണ സമയത്താണ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നത്, നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനെ പറ്റിയിട്ട് കുറേ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരുമായിട്ട് അവർക്ക് കൂലി കൊടുക്കാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോഴാണ് അവർ പിരിയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഫിറോസ് ഖാൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഞ്ജനയുടെ ഒരു ഐഡിയ അല്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴത് മാറിക്കിട്ടി. കാരണം വേറെ ഒന്നുമല്ല, അതായത് 2-3 വർഷം മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതിനിപ്പോഴും പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. പക്ഷേ സജ്ജന വന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്നത്? ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങളുടെ ബന്ധം പിരിയാനുള്ള കാരണം അതൊന്നുമല്ല എന്ന് പറഞ്ഞ് സജ്ജന പറയുമ്പോഴും ഫിറോസിൻ്റെ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ അതൊക്കെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഏതൊരുത്തിനും മനസ്സിലാകും ഇവരുടെ കുടുംബത്തിൽ എന്തോ സംഭവിച്ചത് ഇയാൾ കാരണമാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആണായാലും പെണ്ണായാലും ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോഴും മറ്റൊരാളെ ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, അതായത് ഇനിയിപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ പ്രതിഫലം തരുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ വിദേശത്ത് പിടിച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചാൻസുകൾ വരുന്നതാണ് എന്ന് കണ്ടിട്ടൊന്നും നിങ്ങളൊരു കാര്യം ചെയ്യണം, അതിലേക്ക് വീഴരുത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫിറോസ് പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പലതും കണ്ടിട്ടായിരിക്കും സഹായിക്കാൻ വരുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം കുട്ടിച്ചോറാക്കത്തേ ഉള്ളൂ. ഇപ്പോഴും കണ്ടില്ലേ, നിങ്ങളുടെ കുടുംബം അടക്കം തകർന്നില്ലേ? ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, അത് ഇപ്പോൾ സജ്ജന വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം നമുക്ക് ഈ ജോലിയും കാര്യം ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പൈസയുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയായി പൈസ എന്ന് ചോദിക്കുമായിരുന്നു. അതാണ് ഉണ്ടാകാൻ പോകുന്നത്, വേറെ ഒന്നുമല്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ ഇപ്പോഴും ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അയാൾ ഇപ്പോഴും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ അയാൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കർമ്മയായിരിക്കാം തിരിച്ചടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ വെച്ചാൽ ആദ്യ ഭാര്യനെ അങ്ങനെ ഒഴിവാക്കിയത് കൊണ്ടായിരിക്കാം അയാൾക്കൊരു തിരിച്ചടി കിട്ടിയതെന്ന് ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. കാരണം ഇന്ന് തിരിച്ചു വരും, നാളെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ്. ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ നാദിറ എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തിൻ്റെ വീട്ടുകൂടലിന് നമ്മൾ കണ്ടു, രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു, അതുപോലെ ഒരുമിച്ച് സംസാരിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഒരുമിക്കുന്നതിന്? പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരാൾ വന്നു, അയാളാണ് തകർക്കുന്നത്. ഒരു കാര്യം ഞാൻ
പറയുക, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നിവൃത്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യരെ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അതായത് ഇതൊരിക്കലും ശരിയല്ല, ഇത് ശരിയായ നിലപാടേ അല്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ വലിയ താരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, മൂന്നാമതൊരാൾ വന്ന് നിങ്ങളുടെ കുടുംബം സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പൈസ കിട്ടിയിട്ടും നിങ്ങൾക്ക് കാര്യമില്ല. ഇപ്പോൾ സജിനി ഇന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതിനകത്ത്, അതായത് ചാനൽ വന്ന് പറഞ്ഞപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം കുറേ നാൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ ഇപ്പോൾ പൊട്ടിമുളച്ചതൊന്നും അല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഫിറോസ് ഖാൻ്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സ്ത്രീ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമോ കാര്യങ്ങളോ ഇല്ല, അനാവശ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും വലിച്ചിടുകയാണ്. ഇതാരാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വല്ല PR വർക്കുകളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരായി അവരുടെ പാടായി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് അഭിപ്രായം പറയാനൊന്നും നമുക്ക് അധികാരവും ഇല്ല. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ താരമായിക്കോ എന്തോ ആയിക്കോ, പക്ഷേ ഒരു പരിധി വിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പാടില്ല. എന്തൊക്കെ ആയി കഴിഞ്ഞാലും ശരി. ഇപ്പോഴും എന്താ പറയേണ്ടത്, അയാൾക്ക് എന്ത് ഒരു മോഹോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ പബ്ലിക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ്റെ പല ഇൻ്റർവ്യൂയിലും പറഞ്ഞത് അവൾക്ക് സ്വന്തമായിട്ട് പറക്കാൻ വേണ്ടി മോഹമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പല സ്ഥലങ്ങളിലും പോകാനുള്ള മോഹമുണ്ട്. അതിന് ഞാനൊരു തടസ്സമാണ്. പലപ്പോഴും നമുക്കറിയാലോ, ഭർത്താവ് എന്ന് പറയുന്ന അയാൾ ചിലപ്പോൾ ഒരു തടസ്സമായിരിക്കാം, അയാൾ ചിലപ്പോൾ പോകേണ്ട എന്ന് പറയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര മണിക്ക് വീട്ടിൽ വരണം എന്ന് പറയുന്ന ആളായിരിക്കാം. അതൊക്കെ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് എൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിവോഴ്സ് നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഇതൊക്കെ ശരിയാണെങ്കിൽ സജ്ജന ചെയ്യുന്നത് വളരെയധികം തെറ്റ് തന്നെയാണ്. കാരണം ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയാൾ വലിയ അഹങ്കാരിയാണ്, വലിയ പ്രശ്നക്കാരനാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഈ സജ്ജന എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് യോജിച്ച ഒരാൾ തന്നെയായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, അയാൾക്കൊരു കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാളെ അങ്ങ് മൊത്തമായിട്ട് നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല. അയാളൊരു മുരടനാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ഇത് കൊടുക്കത്തില്ല. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോൾ. അതുകൊണ്ട് അയാൾ ചിലപ്പോൾ എന്താ പറയുന്നത്, ആരുടെയെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഗോസിപ്പുകൾ ഉണ്ടാകും. അത് കേട്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആദ്യത്തെ ഒരു ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബീഫ് പോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദത്തിൽ കത്തി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതാണ് അങ്ങനെ പോകരുത്, പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിവാദം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നടക്കുന്ന ആളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കും. അതായത് പണ്ട് ഏതോ ഒരു ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അയാൾ പണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഈ ചില ലക്കങ്ങളിൽ എഴുതുന്ന ടീമാണ്, അന്ന് സോഷ്യൽ മീഡിയ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നടിയുമായിട്ട് ഗോസിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു വിലയാന്ന്. പിന്നെ അതുകൊണ്ട് തന്നെ ചില നടന്മാർ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന ആളുമായിട്ട് ഞാൻ ഗോസിപ്പിലാണ്, പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് എഴുതി വിടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരു വിലയാണ്. അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എന്ന് പറയാട്ടാ, ഈ സജിനി ഞാനിങ്ങനെ ഇതാ ഫോട്ടോ എല്ലാം വിട്ടിട്ട്, അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ പോലും നമ്പണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബം ഇല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സുഖം ഉണ്ടാകും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാം, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾ ചോദിച്ചിരിക്കും എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നൊക്കെ. നന്ദി, നമസ്കാരം. ഏതായാലും ഒന്നിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ. ബൈ ബൈ.